ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഹൈദരാബാദിലെ ലേക്ക് ഫ്രണ്ട് വ്യൂ പാർക്കിലെ മനോഹരമായ കാഴ്ചകളാണ്. ഈ പാർക്കിനുള്ളിൽ നിറയെ പാലങ്ങളാണ്. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് ആരംഭിച്ചൊരു പാർക്കാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇത് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് ബാക്കിയായിട്ടുള്ള വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. ഇതിനുള്ളിൽ തന്നെ ഒരുപാട് പാലങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നും താഴേക്കുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇതിൻ്റെ മുകളിലൂടെ നടക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പാലങ്ങളുണ്ട്. ചെറിയ പാലം ആ സൈഡിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വേറൊരു പാലമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പാലങ്ങളുണ്ട്. അത്യാവശ്യം വലിയൊരു പാർക്കാണ്. നിറച്ച് ചെടിയും മരങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഫാമിലി മൊത്തം ഇവിടെ വന്ന് ചിലവഴിക്കാൻ നല്ലതാണ്. ഇതുപോലത്തെ വലിയ പൈപ്പിലാണ് ഇതെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഹൈദരാബാദിലെ നെക്ലേസ് റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ളിൽ ഫുഡ് അലോഡല്ല. ഫുഡ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത്യാവശ്യം കോഫി, സ്നാക്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും. നല്ല നടപ്പാതകളുണ്ട്, പുൽത്തകടികളുണ്ട്, ചെറിയ ചെറിയ കുന്നുകളുണ്ട്. വളരെ മനോഹരമാണിത്. ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ഒരു പാർക്കാണിത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പാർക്കിനുള്ളിൽ നിറയെ പാലങ്ങളാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഹുസൈൻ സാഗറിൻ്റെ അടുത്താണ്. നമ്മുടെ ടാങ്ക് ബണ്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കുറച്ച് മുന്നോട്ട് നടന്നു നോക്കാം. മനോഹരമായ ആകാശ കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ ടാങ്ക് ബണ്ടിലെ കാഴ്ചകൾ കാണാം. ഇത് ടാങ്ക് ബണ്ടിൻ്റെ സൈഡ് വശമാണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് സെക്രട്ടേറിയറ്റ്. ഇത് ഇവിടുത്തെ വലിയ ഫ്ലാഗാണ് കാണുന്നത്. അതും വലിയൊരു പാർക്കാണ്. പാർക്കിൻ്റെ നടുവിലാണ് ആ ഫ്ലാഗ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം. അംബേദ്കർ സ്റ്റാച്ചു കാണാം, ബുദ്ധ സ്റ്റാച്ചു കാണാം. മനോഹരമായ ആകാശം. ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ നമുക്ക് വന്ന് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട് ഇവിടെ. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പാലങ്ങളുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഇത് കാണണം. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതിനുള്ളിലെ കാഴ്ചകൾ ഒരുപാടുണ്ട്. അത് നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ.